എയ്ലുലിന്റെ പേര് പറഞ്ഞതിലുള്ള ദേഷ്യം കൊണ്ട് ആദിഷ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് പൊട്ടിച്ചത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു പോകും. നീ എന്താണ് ആദിഷ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ആന്റിയും മസ്ലിയും അവന്റെ അടുത്തേക്ക് വരുമ്പോ ആദിഷും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അവൻ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ആന്റിയും അവിടെയുള്ളവരോട് പറയും, ആദിഷ് ഒന്നും കഴിക്കാതെ പോയത് കൊണ്ട് ഇനി ആരും ഇവിടെ ഒന്നും കഴിക്കണ്ട. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം കൊണ്ട് മെർജന്റെ അമ്മയും ദേഷ്യപ്പെട്ട് പറയും, അവൻ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ, ഞാൻ ക്ലബിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവരും അവിടെ നിന്ന് പോകുമ്പോ ഹൈദറും മെർജാനോട് പറയും, നിന്റെ പെർമിറ്റ് ക്യാൻസൽ ആയി പോയത് ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി തരാം. അത് കേട്ട് മെർജാനും ഹൈദറിനോട് താങ്ക്സ് പറയും. പക്ഷെ അവളുടെ മനസ്സിൽ ആദിഷിന് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പൊ ആദിഷിന്റെ അടുത്തേക്ക് വന്ന അസ്ലീം അവനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വെറുതെ വാശി കാണിച്ചിരിക്കല്ലേ, നീ ആ കൈയൊന്നും നിന്നെ കാണിക്ക്, അതില് മുറിവിന് ആഴമുണ്ടെങ്കിൽ എന്തായാലും സ്റ്റിച്ച് ഇടേണ്ടി വരും. അപ്പോ ആദിഷും പറയും, ഞാൻ നോക്കിയതാ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് കേട്ട് ആന്റിയും പറയും, അറ്റ്ലീസ്റ്റ് നീ അത് ഡ്രസ്സെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലെങ്കിൽ നിനക്ക് ഇൻഫെക്ഷൻ ആകും. അപ്പൊ ആദിഷ് പറയും, ഞാൻ പറഞ്ഞതല്ലേ ആന്റി, എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. അത് കേട്ട ആന്റിയും ഇതിനെല്ലാം കാരണക്കാരി മെർജന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തുമ്പോ അസ്ലീം പറയും, അവരെ എന്തിനാ കുറ്റം പറയുന്നത്, ശരിക്കും ഇതിന് കാരണക്കാരി മെർജാനല്ലേ, അവൾ ആ പേരിട്ടത് കൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഇതെല്ലാം കേൾക്കുന്ന ജമാലും അവരോട് പറയും, നമുക്ക് ഈ ഒരു സംസാരം ഇവിടെ വെച്ച് നിർത്താം. അപ്പോ അവളും പറയും, എന്താ പറഞ്ഞാല് ആദേശിന് ഇപ്പൊ ഇങ്ങനെ വന്നത് അവള് കാരണം മാത്രമല്ലേ, ഇതൊന്നും ഇഷ്ടപ്പെടാതെ ആദേശും നമുക്ക് ഓഫീസിലേക്ക് പോകാമെന്ന് ജമാലിനോട് പറയുമ്പോ അസ്ലിക്ക് മനസ്സിലാകും ആദിഷ് തന്നെ അവോയ്ഡ് ചെയ്യുകയാണെന്ന്. എന്നിട്ട് അവളും പറയും, നിനക്ക് വയ്യാത്തതല്ലേ, നീ ഓഫീസിലേക്ക് പോകണ്ട, ഞാനും അമ്മയും കൂടെ ഓഫീസിലേക്ക് പോയിക്കോളാം, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗും ഉണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുമ്പോ ജമാലും ആദേശിനോട് ചോദിക്കും, ഇനി ആ പ്രൊജക്ടില് നിന്റെ പ്ലാൻ എന്താണെന്ന്. ആ ഒരു ടൈമിലാണ് മെർജാനും അവിടേക്ക് വരുന്നത്. അവളെ കണ്ടിട്ട് പിന്നെ കാണാം ആദേശ് എന്ന് പറഞ്ഞ് ജമാലും അവിടെ നിന്ന് പോകും. അപ്പൊ മെർജാനും ആദേശിനോട് ചോദിക്കും, എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലം വേണമെന്ന്. അപ്പൊ ആദേശും പറയും, ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, നിനക്കും ഇവിടെ എന്റെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യാം. അതിഷ്ടപ്പെടാതെ മെർജാനും അവനോട് പറയും, ഇവിടെ നിന്റെ കൂടെയോ, വേണ്ട, വേറെ ഏതെങ്കിലും സമാധാനം കിട്ടുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നേരം മെർജാനും അവന്റെ കയ്യിലേക്ക് നോക്കും. അത് കാണുന്ന ആദേശും അവള് കാണാതിരിക്കാൻ വേണ്ടി അത് മറച്ചു പിടിക്കുകയാണ്. അങ്ങനെ മെർജാനും അവിടെ നിന്ന് പോയി കഴിയുമ്പോ ആദേശ് അവന്റെ കയ്യിൽ നിന്ന് വന്ന ബ്ലഡ് എല്ലാം തുടച്ചു കളയുമ്പോഴാണ് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ആയിട്ട് മെർജാനും അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ആ മരുന്നെല്ലാം പുറത്തേക്ക് എടുക്കുമ്പോ ആദേശും അവളോട് ചോദിക്കും, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെർജാന് പറയും, നിനക്ക് എന്താ തോന്നുന്നത്, എന്തായാലും നിന്നെ പോലെ ഞാൻ അത്ര ഹൃദയമില്ലാത്തവളൊന്നുമല്ല, നിന്നെ പോലെ മറ്റുള്ളവരുടെ വേദന കണ്ടിട്ട് അത് അവഗണിച്ചു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതും പറഞ്ഞിട്ട് മെർജാനും ആദേശിന്റെ കയ്യിൽ മരുന്നിട്ട് കൊടുക്കുമ്പോ അവനും മനസ്സിൽ പറയും, നീ എന്നും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മെർജാൻ. ഇപ്പൊ മെർജാനും അവനോട് പറയും, നിനക്കും എനിക്കും ഒരേപോലെ ലെഫ്റ്റ് കയ്യിൽ തന്നെയാണല്ലോ മുറിവുണ്ടായത്, നമ്മൾ തമ്മില് ഭയങ്കര ചേർച്ചയാണല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൾ ആ വാക്ക് അവസാനിപ്പിക്കും. അപ്പൊ ആദേശം ചോദിക്കും, നീ എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്. അപ്പൊ മെർജാന് പറയും, വേറൊന്നുമല്ല, നിന്റെ ബ്രേസ്ലെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഈ ഒരു ടൈമിലാണ് ജമാലും അവിടേക്ക് വരുന്നത്. ആദേശും മെർജാനും ഇതേപോലെ ഹാപ്പി ആയിരിക്കുന്നത് കണ്ടിട്ട് ജമാലും അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകും. അങ്ങനെ ഡ്രസ്സിംഗ് എല്ലാം കഴിഞ്ഞ് മെർജാനും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ആദേശും അവളോട് ചോദിക്കും, ഇനി എന്താണ് നിന്റെ പ്രൊജക്ടിന്റെ പ്ലാൻ എന്ന്. അത് കേട്ട് മെർജാനും ചിരിച്ചുകൊണ്ട് പറയും, നീ എന്തെന്നെ കളിയാക്കുകയാണോ, എന്റെ പ്രൊജക്ട് മൊത്തം നശിപ്പിച്ചു കളഞ്ഞിട്ട് ഇനി ഞാൻ അതിലെന്താ ചെയ്യുക എന്ന് ചോദിച്ച്. അപ്പോ ആദേശ് പറയും, എന്നെ കണ്ടിട്ട് നിന്നെ കളിയാക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ, ഞാൻ കാര്യമായിട്ടാണ് ചോദിച്ചത്, നിനക്ക് ആ പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ അതിലൊരു കണ്ടീഷനുണ്ട് എന്ന് പറയുന്ന സമയത്താണ് നസറിന്റെ കോളും മെർജാന് വരുന്നത്. മെർജാനും ആ കോൾ എടുക്കാതെ അത് കട്ട് ചെയ്യുമ്പോ ആദേശ് വീണ്ടും അവളോട് പറയും, ഈ ഒരു പ്രൊജക്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യും, ഈ പ്രൊജക്ടിനേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ സപ്പോർട്ടും ഞാൻ നിനക്ക് തരും, പുറത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റേഴ്സോ പാർട്ട്ണറോ ഇതിലുണ്ടായിരിക്കില്ല എന്ന് കൂടി ആദേശ് പറയുമ്പോ മെർജാനും ദേഷ്യപ്പെട്ട് അവനോട് ചോദിക്കും, നീ എന്താ ഈ ഒരു പ്രൊജക്ട് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കുകയാണോ, നിന്റെ ഈ ഓഫർ എനിക്ക് സമ്മതമല്ല, ഞാൻ മറ്റൊരു വഴി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ നിന്ന് പോകും. ഇപ്പൊ ഹൈദറും മെർജാന്റെ പ്രൊജക്ടിന് വേണ്ടിയുള്ള പെർമിറ്റ് ശരിയാക്കാൻ വേണ്ടി ഒരുപാട് പേരെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവരാരും ഹൈദറിനെ സഹായിക്കില്ല. അപ്പോഴാണ് മെർജാന്റെ അമ്മയും ദേഷ്യപ്പെട്ട് അവിടേക്ക് വരുന്നത്. അത് കണ്ടിട്ട് ഹൈദറും അവരോട് ചോദിക്കും, നീ എന്താ ക്ലബിലേക്ക് പോയില്ലേ എന്ന്. അപ്പൊ അവര് പറയും, നിങ്ങൾക്കറിയാവോ, എന്നെ അവരവിടേക്ക് കയറ്റിയതേയില്ല, ഒരുപാട് മാസത്തെ ഫീസ് പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്റെ മെമ്പർഷിപ്പും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോ ഹൈദറും പറയും, കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ആരും എന്നെയും സഹായിക്കുന്നില്ല എന്ന്. ഇതെല്ലാം മെർജാനും കേൾക്കുന്നുണ്ടാകും. അങ്ങനെ മെർജാന് മനസ്സിലാകും
ഇനി അച്ഛനെ കൊണ്ട് തന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പൊ ആന്റിയും അസ്ലിയും കൂടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ടാകും. അപ്പൊ ജമാലും അവരോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലെന്ന്. അപ്പൊ ആന്റി പറയും അവിടെയുള്ള എല്ലാവരും മെർജന്റെ നസീറിന്റെ ബന്ധത്തെ പറ്റി വളരെ മോശമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഇത് കേട്ട് ജമാലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോ അസ്ലിയും അമ്മയോട് പറയും അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവനൊരക്ഷരം മിണ്ടില്ല, കാരണം ഇവൻ ആദേശിനെ പേടിയാണ്. അതിഷ്ടപ്പെടാതെ ജമാലും എനിക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങുമ്പോ അസ്ലിയും അവന്റെ പിന്നാലെ വന്നിട്ട് പറയും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ നിനക്കത് ദേഷ്യം തോന്നിയോ? ഇപ്പൊ ആദേശം എന്നോടൊന്നും മിണ്ടാറില്ല, ഇനി നീ കൂടി എന്നോട് വഴക്കിട്ട് പോകരുത്. അപ്പൊ ജമാലും അവളോട് പറയും ഞങ്ങൾക്കല്ല അസ്ലി നിന്നോട് ദേഷ്യം, നിനക്കാണ് ഞങ്ങൾ എല്ലാവരോടും ദേഷ്യം. ഈ ഒരു സമയത്താണ് നസറും അവിടേക്ക് വരുന്നത്. അവനെ കാണുമ്പോ ആദേശം നല്ല ദേഷ്യത്തോടെ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവനും പറയും നീ വെറുതെ ബഹളം ഉണ്ടാക്കരുത് ആദേശ്, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു ഹോസ്പിറ്റൽ പ്രൊജക്ട് അതിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ മാത്രമല്ല എന്റെ പ്രസ്റ്റീജിനെയും കൂടെ ബാധിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം കണ്ട് അവിടേക്ക് വന്ന മെർജാനും നസീറിനോട് പറയും നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ നസീറും ഞാൻ അതിനെല്ലാം വന്നതെന്ന് മെർജാനോട് പറഞ്ഞിട്ട് ആദേശിനോട് ഒരുപാട് തവണ ബെഗ് ചെയ്ത് നോക്കും ആ ഒരു പ്രൊജക്ട് ആരംഭിക്കാൻ വേണ്ടി. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും ആദേശ് അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നസീർ മെർജാനോട് പറയും ഈ പ്രൊജക്ടിനെ പറ്റി എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. അത് കേട്ട ആദേശും മെർജാനെ പിടിച്ചു വലിച്ച് അവന്റെ സൈഡിലേക്ക് നിർത്തിയിട്ട് നസീറിനോട് പറയും ഇനി ഇവിടെ ഒരു പ്രൊജക്റ്റും ഇല്ല, അതിനെപ്പറ്റി നീ ഇവളോട് സംസാരിക്കാനും നിൽക്കണ്ട. ഇതെല്ലാം കണ്ടിട്ട് അവിടെ ദേഷ്യത്തോട് നിന്ന അസ്ലിയോട് ജമാല് പറയും അകത്തേക്ക് കയറി പോകാൻ. ഇപ്പൊ നസീറും ഇവന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. ഇപ്പൊ ആദേശ് വീണ്ടും മെർജാനോട് പറയും ഞാൻ നിനക്ക് തന്ന ഓഫർ നീ മറക്കണ്ട, നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ എന്റെ മനസ്സ് മാറുന്നതിന് മുൻപ് നീ അത് സ്വീകരിക്കാൻ നോക്ക്. ഇതും പറഞ്ഞിട്ട് ആദേശം അവിടെ നിന്ന് പോകുമ്പോ മെർജാനും അവന്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നേരെ യാസറിന് ഫോൺ ചെയ്തിട്ട് ചോദിക്കും നീ എന്റെ ലാസ്റ്റ് ഹോപ്പാണ് യാസർ, എന്റെ അച്ഛനും കൂടെ എന്നെ കൈവിട്ടു, നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചിട്ട് നീ അവരുടെ ഹെൽപ്പ് ചോദിക്ക്. അപ്പോ യാസർ പറയും സോറി മെർജൻ, ഓൾറെഡി ഞാൻ ഒരുപാട് പേരെ വിളിച്ചിരുന്നു, പക്ഷെ നമുക്ക് ഓപ്പോസിറ്റ് ആദേശായതുകൊണ്ട് അവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ ഇപ്പൊ മെർജനും എല്ലാ വഴിയും അടിഞ്ഞത് കൊണ്ട് വളരെയധികം വിഷമിച്ചു നിൽക്കുകയാണ്. ഇപ്പൊ ആദേശം ജമാലിനോട് പറയും ഈ നസീറിനെ കൊണ്ട് ഒരു രക്ഷയുമില്ലല്ലോ എന്ന്. അപ്പൊ ജമാലും പറയും അവൻ വിവാഹം കഴിക്കാൻ പോയ പെണ്ണിനെയല്ലേ നമ്മൾ തട്ടിയെടുത്തത്, ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. അതിഷ്ടപ്പെടാതെ ആദേശം നല്ല ദേഷ്യത്തോടെ ജമാലിനെ നോക്കുമ്പോ അവനും പറയും നീ എന്നെ ഇങ്ങനെ നോക്കണ്ട, ഞാൻ പറഞ്ഞതാണ് സത്യം. അപ്പോ ആദേശം പറയും അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അതിനെപ്പറ്റി പറയണ്ട, അവളിപ്പോ എന്റെ ഭാര്യയാണ്. അത് കേട്ട് ജമാലും ആദേശിനോട് ചോദിക്കും ശരിക്കും നിനക്ക് നസീറുമായിട്ട് എന്താ പ്രശ്നം? സത്യത്തില് നിനക്ക് അവനോട് ജലസ് അല്ലേ? ആദേശും അതിന് മറുപടി പറയാൻ വരുമ്പോഴാണ് മെർജൻ അവിടെ നിൽക്കുന്നത് ആദേശ് കാണുന്നത്. ഉടനെ തന്നെ അവനും അവളുടെ അടുത്തേക്ക് വന്നിട്ട് നീ എന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ മെർജാന് പറയും ഞാൻ നിന്നോട് പ്രൊജക്ടിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അത് കേട്ട് ജമാലും അവിടെ നിന്ന് പോകും. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം മെർജൻ കേട്ടെന്ന് കരുതിയ ആദേശം ഒരാളുടെ റൂമിലേക്ക് വരുമ്പോ ഡോറ് നോക്ക് ചെയ്യണം എന്ന മാനേഴ്സ് ഒന്നും നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് ആദേശം അവളോട് ചൂടാകുമ്പോ മെർജാനും അവനോട് പറയും ഞാൻ നിന്നോട് തല്ലുകൂടാൻ വന്നതല്ല, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞ് അവളും പോകാൻ തുടങ്ങുമ്പോ ആദേശം അവളെ പിടിച്ചു നിർത്തിയിട്ട് പറയും നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ മെർജാന് പറയും എനിക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട്, പക്ഷെ അതിലും വലുതാണ് എനിക്ക് ഈ പ്രൊജക്ട്. ഇത് ഞാൻ ചെറുപ്പത്തില് ഒരാൾക്ക് കൊടുത്ത വാക്കാണ്, എനിക്കത് പൂർത്തിയാക്കിയേ പറ്റൂ. അങ്ങനെ മെർജനും അവിടെ നിന്ന് പോകുമ്പോ ആദേശ് നേരെ ജമാലിന്റെ അടുത്തേക്ക് വരും. അപ്പൊ അവനും ചോദിക്കും മെർജൻ വലുത് കേട്ടായിരുന്നു എന്ന്. ആദേശം പറയും ഇല്ല, അവൾ ആ സമയത്ത് അവിടേക്ക് വന്നതേയുള്ളൂ, പിന്നെ എനിക്ക് നസീറിനോട് ജലസില്ല, എന്റെ മനസ്സില് റിവെഞ്ച് മാത്രമേ ഉള്ളൂ. പിന്നീട് രാത്രിയാകുമ്പോ എല്ലാവരും മേലുലിനെ പറ്റി പറഞ്ഞതുകൊണ്ട് അവളെ ഒന്ന് കാണാൻ വേണ്ടി മെർജാനും പണ്ടത്തെ ഫോട്ടോയെല്ലാം തപ്പുകയാണ്. അങ്ങനെ അതിൽ നിന്നും ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ മെർജാനും കിട്ടും. മെർജാനും ഒരുപാട് സന്തോഷത്തോടെ അതിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് ആദേശ് അവിടേക്ക് വരുന്നത്. അവനത് കാണാതിരിക്കാൻ വേണ്ടി മെർജാൻ ആ ഫോട്ടോ പുറകിലേക്ക് പിടിക്കുമ്പോ ആദേശം അവളോട് ചോദിക്കും നീ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നതെന്ന്. മെർജാനും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും മറച്ചു പിടിക്കുമ്പോ ആദേശ് പറയും നീ ആയിട്ടത് കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ തന്നെ വന്നതെടുക്കും. പക്ഷെ അപ്പോഴും മെർജൻ അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാകില്ല. അപ്പൊ ആദേശും അതെടുക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അസ്ലിം അവിടേക്ക് വരുന്നത്. ആദേശ് മെർജന്റെ കയ്യിൽ നിന്നും അതെടുക്കാൻ ശ്രമിക്കുന്നത് അസ്ലി മിററിലൂടെ ആയിരുന്നു കണ്ടത്. അതോടെ അവളും അവനെ തെറ്റിദ്ധരിക്കും. അങ്ങനെ അവർ കുറെ നേരം തല്ലുകൂടി കഴിയുമ്പോ മെർജന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ താഴേക്ക് വീണു പോവുകയാണ്. അതിലുണ്ടായിരുന്ന തന്നെ മേലുള്ളിനെ കണ്ടിട്ട് ആദേശം ഒരുപാട് വിഷമത്തോടെ മെർജന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അവളും ആ ഫോട്ടോ എടുത്തിട്ട് അവനോട് പറയും ഇതിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന്. ഈ ഫോട്ടോ എടുത്തതെല്ലാം
എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അവരെ പറ്റി ഓർക്കുമ്പോ എനിക്കിപ്പോഴും വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് ഏലുൽ. അവർ രണ്ടുപേരും ഇപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ഞാൻ ഇപ്പോഴും വളരെ സന്തോഷിച്ചേനെ എന്ന് മർജാൻ പറയുന്നത് കേട്ടിട്ട് ആദേശം അവിടെ നിന്ന് കരയുകയാണ്. കാരണം അവന്റെ മനസ്സിലേക്ക് അപ്പോ വന്നത് ഹൈദർ അന്ന് അവനെ ഉപദ്രവിച്ച ഓർമ്മകളായിരുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു എപ്പിസോഡുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ഫ്രം ആൻസ് ഡ്രാമ. Tahir.